ഇത്രയും ആദരണീയരായ വന്യവൈദികരെ, സ്നേഹം നിറഞ്ഞ ദൈവജനമേ, രക്ഷകൻ്റെ തിരുപ്പിറവി സമുചിതമായി ആഘോഷിക്കുവാൻ നാം കുടുംബ നവീകരണ വിചിന്തനവും അനുരഞ്ജന കൂദാശയും സ്വീകരിച്ച് ആത്മീയ നിറവിൽ ഈ പുണ്യരാത്രിയിൽ നാം അൾത്താരയ്ക്ക് ചുറ്റും അണഞ്ഞിരിക്കുന്നു. ബെത്ലഹേമിലെ പുൽക്കൂട് ഒരുപാട് പരിമിതികളും കുറവുകളും നിറഞ്ഞതായിരുന്നു. എങ്കിലും വിശുദ്ധ ഔസേപ്പിതാവ് ആ പരിമിതികളെയും കുറവുകളെയും ദൈവപുത്രന് ജന്മം നൽകുവാൻ മറിയത്തിന് സൗകര്യങ്ങളാക്കി മാറ്റി. ക്രിസ്മസ് പ്രത്യാശയുടെ തിരുനാളാണ്. എൻ്റെ സന്തോഷങ്ങളിൽ, വിജയങ്ങളിൽ, പരാജയങ്ങളിൽ, നൊമ്പരങ്ങളിൽ കൂടെയുണ്ടെന്ന പ്രത്യാശയാണ് ക്രിസ്മസ് നമുക്ക് നൽകുന്നത്. വേദനിക്കുന്നതിൻ്റെയും ഏകാന്തതയുടെ തടവയിൽ കഴിയുന്നതിൻ്റെയും കൂടെ ആയിരിക്കാൻ നമുക്കാവുന്നുവോ? അവിടെയൊക്കെ കൂടെ ആയിരിക്കാൻ പിറന്ന ഇമ്മാനുവേൽ പിന്നെയും ജന്മം കൊള്ളുന്നുണ്ട്. ഈ ദിവ്യബലിയുടെ ക്രമീകരണങ്ങൾ നടത്തുന്നത് ഇടവക കൗൺസിൽ ധനകാര്യസമിതി അംഗങ്ങളാണ്. ഇടവക ശുശ്രൂഷ പ്രവർത്തനങ്ങളെ ചലിപ്പിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന ഈ സമിതിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ പുണ്യരാത്രിയിലെ ദിവ്യബലി നമുക്കായി അർപ്പിച്ച് ആത്മീയ അനുഗ്രഹമേകാൻ ആഗതനാകുന്ന വൈദികനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് പ്രവേശന ഗാനം ആലപിച്ച് ഈ ദിവ്യബലിയിൽ സജീവമായി പങ്കെടുക്കാം. പ്രവേശന ഗാനത്തിനായി നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. സംഗമനിമിഷം പാവനമാം നിമിഷം ബലിയർപ്പണത്തിനായി നിഞ്ചനം ആഗതരാകുന്നു. ഈ ബലിവേദിയിൽ ദൈവമനുഷ്യ സംഗമ നിമിഷം പാവനമാം നിമിഷം ബലിയർപ്പണത്തിനായി നിഞ്ചനം ആഗതരാകുന്നു. ഈ ബലിവേദിയിൽ വരുവിൻ പ്രിയജനമേ, അനുരഞ്ജിതരായി തീരാം, നാഥനുമായൊന്നു ചേരാം, അഖിലേശ്വരനെ വാഴ്ത്താം. വരുവിൻ പ്രിയജനമേ, അനുരഞ്ജിതരായി തീരാം, നാഥനുമായൊന്നു ചേരാം, അഖിലേശ്വരനെ വാഴ്ത്താം. കാൽവരി ബലിയുടെ പാവന സ്മരണകൾ നവജീവൻ പകരുന്നു കാൽവരി ബലിയുടെ പാവന സ്മരണകൾ നവജീവൻ പകരുന്നു ഞങ്ങൾക്കാ. പാവനമാം
ബലിയോടൊപ്പം പാവനമാം ബലിയോടൊപ്പം അർപ്പിക്കുന്നു ഞങ്ങളെ എന്നും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ. ക്രിസ്തുവിൽ എത്രയും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, വാത്സല്യമുള്ള മാതാപിതാക്കന്മാരെ, യുവജനങ്ങളെ, സ്നേഹമുള്ള കുഞ്ഞുമക്കളെ, നമ്മുടെ ദൈവവും രക്ഷകനും ദൈവപുത്രനുമായ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാര രഹസ്യം അല്ലെങ്കിൽ ജന്മദിനം അല്ലെങ്കിൽ പിറവിയുടെ ദിനം ക്രൈസ്തവർ മാത്രമല്ല ലോകം മുഴുവനും ഇന്ന് അനുസ്മരിക്കുകയാണ്. നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളുടെ കൂടെ ഞാൻ എന്തും ഉണ്ടാകും എന്നുള്ള ഒരു ഉറപ്പാണ് ക്രിസ്തുമസ്. കൂടെ വസിക്കുന്നവൻ, കൂടെ ആയിരിക്കുന്നവൻ എല്ലാ തലങ്ങളിലും എല്ലാ അവസരങ്ങളിലും ജനിക്കാൻ പോകുന്ന ശിശു അല്ലെങ്കിൽ ജനിച്ചവൻ എമ്മാനുവേൽ ദൈവം നമ്മോടൊത്തു. ഈ ചിന്തയോടുകൂടി ഈ പരിശുദ്ധമായ ബലിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ക്രിസ്തുമസിൻ്റെ ഈ പാതിര കുർബാനയിൽ ബലി അർപ്പിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തരും തന്നെയാണ്. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും മക്കളെയും ഉണ്ണീശോ അനുഗ്രഹിക്കട്ടെ. എന്നും ആനന്ദവും സന്തോഷവും സമാധാനവും സമൃദ്ധിയും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭക്തിയോടെ ഈ ബലിക്കായി നമുക്കണയാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാണ് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ, നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്തു നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ.
കർത്താവേ കനിയണമേ. കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ. കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം. സ്തുതിക്കുന്നു അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു ദിവ്യമഹിമകൾ പാടുന്നു അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നിവർ താഴ്മയാ. ദൈവമേ കർത്താവ് അങ്ങയെ വാഴ്ത്തുന്നു സർവ്വലോകരാജനേ. സർവ്വശക്തനാം ദൈവമേ നാഥനമങ്ങയെ വാഴ്ത്തുന്നു ഏകാത്മജ ദേവസൂനുവേ കർത്താവ് ശ്രീയേശുക്രിസ്തുവേ. ദൈവമേ കർത്താവ് അങ്ങയെ വാഴ്ത്തുന്നു ദൈവത്തിൻ കുഞ്ഞാടേ നാഥനാം ദൈവത്തിൻ സൂനുവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ ആശ്വത്തെ നേർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ കാരുണ്യത്തോടെ ഞങ്ങളെ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുയേശുവേ അങ്ങു മാത്രം പരിപാലനൻ. അങ്ങു തനീകരനാഥൻ. അങ്ങു മാത്രം പരമോന്നതൻ. ത്രിത്വൈക ദൈവമഹത്വത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, പരിപാവനമായ രാത്രി സത്യപ്രകാശ പ്രചുരുമയാൽ അങ്ങ് പ്രഭാപൂരിതമാക്കിയല്ലോ. ഭൂമിയിൽ അവിടുത്തെ പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ അറിഞ്ഞ ഞങ്ങൾ സ്വർഗത്തിൽ അവിടുത്തെ സന്തോഷത്തിലും നിർവൃതിയടയുവാൻ ഇടയാക്കണമേ. എന്നെന്നും ജീവിച്ചു വാഴുന്നങ്ങ് ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ.
യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്, നമുക്ക് വേണ്ടി ഒരു പുത്രൻ പിറന്നിരിക്കുന്നു. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു. കൂരിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു. അങ്ങ് ജനതയെ വർദ്ധിപ്പിച്ചു, അവർക്ക് അത്യധികമായ ആനന്ദം നൽകി. വിളവെടുപ്പിൽ സന്തോഷിക്കുന്നവരെ പോലെയും കവർച്ച വസ്തു പങ്കുവയ്ക്കുമ്പോൾ ആനന്ദിക്കുന്നവരെ പോലെയും അവർ അങ്ങയുടെ മുൻപിൽ ആഹ്ലാദിക്കുന്നു. അവൻ വഹിച്ചിരുന്ന നുകവും അവൻ്റെ ചുമലിലെ ദണ്ഡും മർദ്ദകൻ്റെ വടിയും മിദിയാൻ്റെ നാളിലെന്ന പോലെ അങ്ങ് തകർത്തു കളഞ്ഞിരിക്കുന്നു. അട്ടഹാസത്തോടെ മുന്നേറുന്ന യോദ്ധാവിൻ്റെ ചെരുപ്പും രക്തം പുരണ്ട വസ്ത്രവും വിറക് പോലെ അഗ്നിയിൽ ദഹിക്കും. എന്തെന്നാൽ നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും. വിസ്മയനീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും. ദാവീദിൻ്റെ സിംഹാസനത്തിലും അവൻ്റെ രാജ്യത്തിലും അവൻ്റെ ആധിപത്യം നിസ്സീമമാണ്. അവൻ്റെ സമാധാനവും അനന്തവും, നീതിയിലും ധർമ്മത്തിലും എന്നേക്കും അത് സ്ഥാപിച്ചു. സൈന്യങ്ങളുടെ കർത്താവിൻ്റെ തീക്ഷ്ണത ഇത് നിറവേറ്റും. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവിന് ഒരു പുതിയ കീർത്തനമാലപിക്കുവിൻ. ഭൂമി മുഴുവൻ കർത്താവിനെ പാടി സ്തുതിക്കട്ടെ. കർത്താവിനെ പാടി പുകഴ്ത്തുവിൻ. അവിടുത്തെ നാമത്തെ വാഴ്ത്തുവിൻ. അവിടുത്തെ രക്ഷയെ പ്രതിദിനം പ്രകീർത്തിക്കുവിൻ. നിങ്ങൾക്കായൊരു രക്ഷകൻ കർത്താവായ ക്രിസ്തുവിന് ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്കായൊരു രക്ഷകൻ കർത്താവായ ക്രിസ്തുവിന് ജനിച്ചിരിക്കുന്നു. ജനതകളുടെ ഇടയിൽ അവിടുത്തെ മഹത്വം പ്രഘോഷിക്കുവിൻ. ജനപദങ്ങളുടെ ഇടയിൽ അവിടുത്തെ അത്ഭുത പ്രവർത്തികൾ വർണ്ണിക്കുവിൻ. നിങ്ങൾക്കായൊരു രക്ഷകൻ കർത്താവായ ക്രിസ്തുവിന് ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്കായൊരു രക്ഷകൻ കർത്താവായ ക്രിസ്തുവിന് ജനിച്ചിരിക്കുന്നു. ആകാശം ആഹ്ലാദിക്കട്ടെ, ഭൂമി ആനന്ദിക്കട്ടെ, സമുദ്രവും അതിലുള്ളവയും ആർപ്പു വിളിക്കട്ടെ, വയലും അതിലുള്ളവയും ആഹ്ലാദിക്കട്ടെ. അപ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ വനവൃക്ഷങ്ങൾ ആനന്ദഗീതമുതിർക്കും.
കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. രണ്ടാം വായന വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തീത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ നിന്ന്. എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്കായി ദൈവത്തിൻ്റെ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. നിർമ്മതത്വവും ലൗകിക മോഹങ്ങളും ഉപേക്ഷിക്കുവാനും ഈ ലോകത്തിൽ സമചിത്തതയും നീതിനിഷ്ഠയും ദൈവഭക്തിയുമുള്ള ജീവിതം നയിക്കുവാനും അത് നമ്മെ പരിശീലിപ്പിക്കുന്നു. അതേസമയം നമ്മുടെ മഹോന്നതനായ ദൈവത്തിൻ്റെയും രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെയും മഹത്വം പ്രത്യക്ഷമാകുമ്പോൾ കൈവരാൻ പോകുന്ന അനുഗ്രഹപൂർണമായ പ്രത്യാശയെ നാം കാത്തിരിക്കുകയും ചെയ്യുന്നു. യേശുക്രിസ്തു എല്ലാ തിന്മകളിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്നതിനും സത്പ്രവൃത്തികൾ ചെയ്യുന്നതിൽ തീഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നതിനുമായി നമ്മെ പ്രതി തന്നെ ബലിയർപ്പിച്ചു. കർത്താവിൻ്റെ വചനം. സുവിശേഷ ഗീതിക്ക് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 2 1 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കപ്പെടണം എന്ന് അഗസ്റ്റസ് സീസറിൽ നിന്നും കൽപ്പന പുറപ്പെട്ടു. ക്യൂരിനിയോസ് സിറിയയിൽ ദേശാധിപതിയായിരിക്കുമ്പോൾ ആദ്യത്തെ ഈ പേരെഴുത്ത് നടന്നു. പേരെഴുതിക്കാനായി ഓരോരുത്തരും താങ്കളുടെ നഗരത്തിലേക്ക് പോയി. ജോസഫ് ദാവീദിൻ്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലയിലെ പട്ടണമായ നസ്രത്തിൽ നിന്നും യൂദയായിൽ ദാവീദിൻ്റെ പട്ടണമായ ബെത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടെ പോയി. അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമെടുത്തു. അവൾ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. അവനെ പിള്ളക്കച്ചുകൊണ്ട് പൊതിഞ്ഞു പുൽത്തൊട്ടിയിൽ കിടത്തി. കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. ആ പ്രദേശത്ത് വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ അവരുടെ അടുത്തെത്തി. കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം. പിള്ളക്കച്ചുകൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു വ്യൂഹം ആ ദൂതനോടുകൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. യേശുക്രിസ്തുവിൽ എത്രയും പ്രിയ സഹോദരങ്ങളെ, ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകന ക്രിസ്തു പിറന്നിരിക്കുന്നു.
നമ്മുടെ ഈ പുൽക്കുടലിൻ്റെ മുകളിൽ അത് തന്നെ നമുക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു. ഉണ്ണീശോയുടെ ചില താക്കോൽ പദങ്ങൾ, കീ നോട്ട്സ് എന്നൊക്കെ പറയും ഇംഗ്ലീഷിൽ, അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഉണ്ണീശോ എന്തൊക്കെയോ നമ്മുടെ അടുത്ത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഉണ്ണീശോ പറയുന്നു, യു ആർ നോട്ട് ലോസ്റ്റ്, നീ നഷ്ടപ്പെട്ടിട്ടില്ല, മാപ്പുണ്ട്. ഉണ്ണീശോ പറയുകയാണ്. രണ്ടാമത് പറയുന്നു, യു ആർ നോട്ട് ലേറ്റ്, നീ ഇനിയും വൈകിട്ടില്ല, നിനക്ക് രക്ഷയുണ്ട്. മൂന്നാമത് നീ പറയുന്നു, യു ആർ നോട്ട് അലോൺ, നീ ഒറ്റയ്ക്കല്ല, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഉണ്ണീശോ പിറന്ന് വളർന്ന് വലിയവനായി 33 വർഷം വരെ ഈ ലോകത്തിൽ മനുഷ്യരോടൊത്ത് കൂടെ വഹിച്ചുകൊണ്ട് നിറവേറ്റിയ സംഭവങ്ങളാണ് ഈ മൂന്നും. നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന ക്രിസ്തുവിൻ്റെ ഉറപ്പാണ് ക്രിസ്തുമസ്. ഈ പുണ്യദിനത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും പ്രാർത്ഥനകളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്നേഹത്തോടെ വിനയത്തോടെ ഞാൻ ആശംസിക്കുന്നു. ഏത് പ്രതിസന്ധിയിലും കൂടെ നിൽക്കുന്ന ദൈവം. എപ്പോൾ ഞാൻ പറയാറുള്ള ഒരു സംഭവമുണ്ട്, നിങ്ങൾ ചിലപ്പോൾ കേട്ട് കാണും. ഒരു ദിവസം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിലും സന്ദർഭോചിതമായിട്ടുണ്ട് പറയുകയാണ്. ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ അവരുടെ കുട്ടികൾക്ക് പേടി മാറ്റുന്ന ഒരു ആചാരമുണ്ട് അവരുടെ ഇടയിൽ, കുടുംബങ്ങളുടെ ഇടയിൽ. അപ്പൻ 3 വയസ്സാകുമ്പോൾ കുട്ടിയെ നേരെ വനാന്തരത്തിൽ കൊണ്ടുപോകും. ഏതാണ്ട് അർദ്ധരാത്രിയോടുകൂടി കുഞ്ഞിനെയും കൊണ്ട് വനത്തിൽ കൊണ്ടിട്ടിട്ട് പോകും. ഈ അപ്പൻ എവിടെ പോയി എന്ന് കുഞ്ഞിനറിയത്തില്ല. രാത്രി മുഴുവനും കുഞ്ഞ് കരച്ചില്ല. കാരണം വനാന്തരത്തിൽ വന്യമൃഗങ്ങളുടെ ശബ്ദകോലാഹലങ്ങൾ, സിംഹത്തിൻ്റെയും പുലിയുടെയും വന്യമൃഗങ്ങൾ, പക്ഷികളുടെ കളകലാജ ശബ്ദം, വല്ലാത്ത ശബ്ദകോലാഹലങ്ങൾ ഈ കുഞ്ഞ് ഇതുവരെ കേട്ടിട്ടില്ല. വാവിട്ട് കരയുന്ന അപ്പ എന്ന് വിളിക്കുന്നു. എവിടെ അപ്പ? അപ്പൻ വിളി കേൾക്കുന്നില്ല. മകനെ ഞാനുണ്ടെന്ന് പറയുന്നുമില്ല. ശബ്ദം കൊടുക്കുന്നില്ല, പ്രത്യുത്തരം നൽകുന്നില്ല. വീണ്ടും വാവിട്ട് കരയുക, അപ്പ എവിടെ? പേടിയാവുന്ന എനിക്ക്. അങ്ങനെ നേരം വെളുപ്പിക്കുന്ന 3 വയസ്സ് കുട്ടി. നേരം വെളുക്കുമ്പോൾ നമുക്കറിയാം സൂര്യകിരണത്തിൻ്റെ ആദ്യ രശ്മി വന്ന് പതിക്കുന്നത് ഈ കുട്ടിയുടെ അപ്പൻ്റെ മുഖത്താണ്. ഈ കുട്ടിയുടെ ഓപ്പോസിറ്റായിട്ട് അപ്പൻ ഇരിക്കുന്ന കുട്ടി കാണുന്നില്ല. സൂര്യകിരണം വന്ന് പതിച്ചപ്പോൾ ഈ കുട്ടി അരികത്തിരിക്കുന്ന അപ്പനെയാ കാണുന്നത്. ഇതാണ് ദൈവം, പ്രിയപ്പെട്ടവരെ. അവൻ അരികത്ത് തന്നെയുണ്ട്. നാം ഇവിടെ അലറി വിളിക്കുന്നു, കരയുന്നു, പേടിയാകുന്നു, ആരുമില്ല, ഒറ്റപ്പെട്ടു നിൽക്കുന്നു എന്നുള്ള ചിന്ത മനുഷ്യർക്കുണ്ടാകുമ്പോൾ ഓർക്കുക, അവൻ ജനിച്ചിരിക്കുന്ന എമ്മാനുവേലായിട്ട്. ദൈവം നമ്മോട് കൂടെ ഏത് പ്രതിസന്ധിയിലും അവനുണ്ടാകും, കൂടെയുണ്ടാകും. ക്രിസ്തുവും അല്ലെങ്കിൽ ദൈവം കൂടെയുണ്ട് എന്നുള്ള ഉറപ്പ് ക്രിസ്തുവിൻ്റെ ജനനത്തോടുകൂടെ നമുക്ക് നൽകുകയാണ്. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഈ പുൽത്തൊട്ടിയിൽ അല്ലെങ്കിൽ പുൽക്കൂട്ടിൽ അവിടെ അനുഭവിച്ച കുറേ ആൾക്കാരുണ്ട്. നമുക്കറിയാം, ആദ്യമായിട്ട് ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചത് മറിയവും ജോസഫുമായിരുന്നു. പിന്നെ പ്രതിസന്ധിയിൽ, ഒറ്റപ്പെടലിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച ആട്ടിടയർ, അതുപോലെ 3 രാജാക്കന്മാര്. ഇവർ ദുർഘടമായിട്ടുള്ള പാതയിലൂടെ
വഴി അറിയത്തില്ല, ക്രിസ്തു ജനിച്ച സ്ഥലം അറിയത്തില്ല. ഈ ഒരു അന്തരീക്ഷത്തിൽ ഇവർക്ക് തുണയായി നക്ഷത്രം അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനമാകുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അവരെ കൊണ്ടെത്തിച്ചത് ദൈവവചനമാകുന്ന ഈ ഒരു നക്ഷത്രമായിരുന്നു. അവിടെ ഈ കൂട്ടരെല്ലാം പ്രതിസന്ധികളെല്ലാം തരണം ചെയ്തവരാണ്. ആദ്യ ജാതന് ജന്മം നൽകുവാൻ പാപം മറിയവും ജോസഫും പരതി നടക്കിയാൽ ഭയമുള്ള അന്തരീക്ഷത്തിൽ, അന്ധകാര നിബിഡമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ഒരു ചെറിയ റാന്തൽ വിളക്കുമായിട്ട് ഞങ്ങൾക്ക് അല്പ സ്ഥലം തരുമോ എന്ന് കെഞ്ചുന്ന പാപം മാതാപിതാക്കള് ആദ്യജാതന് ജന്മം നൽകുവാൻ ഈ ലോകം മുഴുവന്റെയും രാജാവും നേതാവും ഭരണാധികാരിയും ഈ രാജ്യത്തിന്റെ ലോകത്തിന്റെ മുഴുവന്റെ അധിപന് മനുഷ്യരിടം കൊടുത്തില്ല. പിന്നെ ഇടം കൊടുത്ത് നമുക്കറിയാം, മിണ്ടാപ്രാണികളായ കാലികള് അല്പം ഒന്ന് നീക്കം കൊടുത്ത് ക്രിസ്തുവിന് പിറവിയെടുക്കുവാൻ. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് ക്രിസ്തുവിൻ്റെ സാന്നിധ്യവും സന്തോഷവും അനുഗ്രഹവുമായി മാറുകയാണ് ക്രിസ്മസ് ദിനങ്ങളിൽ. നമുക്കിതുപോലെ ഉണ്ടാകണം. ക്രിസ്തുവുണ്ട്, ദൈവമാണ്, ദൈവപുത്രനാണ്. എൻ്റെയും എൻ്റെ കുടുംബത്തിലെ ജീവിതത്തിൽ അവൻ എമ്മാനുവലായിട്ട് കൂടെ തന്നെ വസിക്കുന്നുണ്ട്. പ്രവാചക ഗ്രന്ഥങ്ങളിൽ യെശയ്യാ പ്രവാചകൻ 7:14 ഈ എമ്മാനുവൽ പ്രതിപാദിക്കുന്നുണ്ട്. യുവതി ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവൻ എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. പുതിയ നിയമത്തിലും മത്തായിയുടെ സുവിശേഷം 1:23 അത് തന്നെ പറയുന്നുണ്ട്. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്നവൻ അറിയപ്പെടും എന്നൊക്കെ കൂടെ തന്നെയുണ്ട്. നമ്മുടെ വേദനകൾ കാണാനും നമ്മുടെയൊക്കെ കണ്ണീര് ഒപ്പിയെടുക്കുവാനും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏത് രോഗാവസ്ഥയിലും സൗഖ്യം നൽകുവാനും അസ്വസ്ഥമായിരിക്കുന്ന കലുഷിതമായിരിക്കുന്ന മനസ്സിൻ്റെ ഉള്ളറകളിൽ സമാധാനം, സാന്ത്വനവും സ്നേഹവും വിളമ്പുവാനും നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ജീവന്റെ ഉയർപ്പിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാനുമാണ് വന്നവനാണ് ഈ ക്രിസ്തു. കൂടെ തന്നെ അവൻ ഉണ്ടാകും എന്നുള്ള അറിയിപ്പോടുകൂടിയാണ് അവൻ കാലത്തൊഴുത്ത് പറഞ്ഞിരിക്കുന്നത്. കൂടെയുള്ള ക്രിസ്തുവാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ എല്ലാവരുടെയും ബലം, നമ്മുടെ എല്ലാവരുടെയും ജീവിക്കുവാനുള്ള കരുത്തും ആസക്തിയൊക്കെ നൽകുന്നത് ഈ ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ്. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്തു നമ്മൾ ഒരിക്കലും പെരുവഴിയിൽ ഇടത്തില്ല, നമ്മൾ ഒരിക്കലും അവൻ ഉപേക്ഷിക്കത്തില്ല. ഏതവസ്ഥയിലും ഏത് സാഹചര്യത്തിലും അവൻ കൂടെ ഉണ്ടാകും. പക്ഷെ നാം തിരിച്ചറിയുന്നില്ല. പഴയ നിയമത്തിൽ നോക്കൂ, പഴയ നിയമത്തിൽ ദൈവം കൂടെ വസിച്ച അനുഗ്രഹത്തിന്റെ ചരിത്രമാണ് ഇസ്രായേൽ ജനത്തിനുള്ളത്. ജനത്തിന്റെ കൂടെ തന്നെ, കൂരാട് മടിച്ചു കഴിയുന്ന ജനത്തിന്റെ കൂടെ സഹവസിക്കുന്ന ദൈവം പക്ഷെ അവർക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അവരാരും കണ്ടില്ല, മോശം ഒഴിച്ച്. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ സാന്നിധ്യം അവരനുഭവിച്ചിരുന്നു. പക്ഷേ രാത്രി ദീപസ്തംഭത്തിലൂടെയും പകൽ മേഘസ്തംഭത്തിലൂടെയും അവർ അദർശനായിട്ടുള്ള ഈ ദൈവത്തെ വെറും ശബ്ദമായിട്ടും അവർ കരുതിയിരുന്നു. കാണണമെന്ന് മോഹമുണ്ട്, പക്ഷെ കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സന്ദേശം, ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ സന്ദേശം ലോക ജനതയ്ക്ക് അറിയിച്ചത് പൂർവ്വപിതാക്കളുടെ, അതുപോലെ പ്രവാചകരിലൂടെ, ന്യായാധിപന്മാരിലൂടെ, രാജാക്കന്മാരിലൂടെ ഒക്കെ അദർശനായിട്ടുള്ള ദൈവം തൻ്റെ സ്നേഹവും കാരുണ്യവും അവിടെ അറിയിച്ചപ്പോൾ ആരത് ഉൾക്കൊണ്ടില്ല. പഴയ നിയമത്തിലെ അവരെല്ലാവരും താന്തോന്നികളായി പാപികളായിട്ട് ജീവിച്ചു. ദൈവത്തിൽ നിന്ന് അകന്നകന്നു പോയി. അദർശനായിട്ടുള്ള ദൈവം എവിടെ എന്നുള്ള ഒരു ചോദ്യം അവരുടെ ഇടയിലുണ്ടായി. അപ്പോൾ ഇവിടെ ഒരു പരിധിവരെ ദൈവം പരാജയപ്പെട്ടുവോ? മനുഷ്യരെ നയിക്കുന്ന കാര്യത്തിൽ, സ്നേഹിക്കുന്ന കാര്യത്തിൽ, കാരുണ്യം പ്രദർശിപ്പിക്കുന്ന കാര്യത്തിൽ ദൈവം പരാജയപ്പെട്ടുവെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ ദൈവം വേറൊരു പദ്ധതി കൂടി രൂപീകരിച്ചു, ഒരു പുതിയ തന്ത്രം, ഒരു ന്യൂ സ്ട്രാറ്റജി ഇവിടെയാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ രൂപമില്ലാത്തത് കൊണ്ടല്ലേ ഇവരെന്നെ അംഗീകരിക്കാത്തത്, സ്നേഹിക്കാത്തത്. അതുകൊണ്ട് ഞാൻ രൂപമെടുത്തു പോകും. അവിടെയാണ് ഒരു കന്യകയെ തെരയുന്ന ദൈവം,
ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ പക്വതയും നിർമ്മലതയും ദൈവഭക്തിയും ദൈവവിചാരവും ദൈവത്തോടൊപ്പം നടക്കുന്നവളും പരിശുദ്ധാത്മന്റെ കൃപ നിറഞ്ഞവളുമായ ആ മറിയം എന്ന കന്യകയെ ദൈവം തിരഞ്ഞെടുത്തു കണ്ടെത്തി ഇവന് ജന്മം നൽകുവാൻ, ആദർശനായിട്ടുള്ള ദൈവത്തിന് ജന്മം നൽകുവാൻ. വെറും ശബ്ദമായിരുന്ന, വെറും വചനമായിരുന്ന, ആദ്യ ശബ്ദമായിരുന്ന ആ വചനമാകുന്ന ദൈവം രൂപമെടുത്തി കന്യകയിലൂടെ. അതാണ് നമ്മൾ ഗോഡ് ബിക്കെയിം മാൻ ഈക്വൽ ടു ക്രിസ്മസ്. ദൈവം മനുഷ്യാവതാരം ചെയ്ത് മാംസമെടുത്ത് രൂപം കണ്ട് എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട്, എല്ലാവരോട് കരുതൽ കാണിച്ചുകൊണ്ട്, എല്ലാവരോട് കാരുണ്യം കാണിച്ചുകൊണ്ട്, എല്ലാവർക്കും സൗഖ്യം നൽകുന്നുണ്ട്, എല്ലാവരും ഒരേപോലെ സ്നേഹിച്ചുകൊണ്ട് നടന്നു നീങ്ങിയ ക്രിസ്തു പുതിയ നിയമത്തിൽ ഇതാണ് പ്രിയപ്പെട്ടവരെ. ജീവിത വഴികളിൽ ഒറ്റപ്പെട്ടു പോയി എന്നാരും പരാതി പറയരുത്. ഇനിയും നമുക്കാവില്ല അതിന്. കാരണം അവൻ ഒരിക്കലും കൈവിടാതെ തനിച്ചാക്കാത്ത ദൈവമാണ് ജനിച്ച ഉണ്ണിയേശു. ഈ വിശ്വാസമെങ്കിലും നമുക്ക് വേണം. രക്ഷകന്റെ സാന്നിധ്യം നമുക്കെപ്പോഴും ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു സംഭവം ഓർത്തു പോവുകയാണ്. എബ്രഹാം ലിങ്കൺ അമേരിക്കൻ പ്രസിഡന്റ് ആയതിനു ശേഷം മറ്റു രാജ്യങ്ങളൊക്കെ ആക്രമിക്കാൻ തുടങ്ങി അമേരിക്കയെ. അപ്പോൾ സർവ സൈന്യാധിപൻ ഓടി വന്ന് എബ്രഹാം ലിങ്കനോട് ഇപ്രകാരം പറഞ്ഞു, അല്ലയോ എബ്രഹാം ലിങ്കൻ, നമ്മുടെ സൈന്യമെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു, യുദ്ധത്തിന് നമ്മൾ തയ്യാറാണ്, നമ്മൾ തന്നെ യുദ്ധം ജയിക്കും, കാരണം ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്ന് എബ്രഹാം ലിങ്കനെ ഈ സൈന്യാധിപൻ അറിയിക്കുകയാണ്. അപ്പോൾ എബ്രഹാം ലിങ്കൻ പറഞ്ഞു, ശരിയാണ്, ദൈവം നമ്മോട് കൂടെ തന്നെയുണ്ട്, പക്ഷേ എനിക്കൊരാശങ്കയുണ്ട്, എനിക്കൊരു സംശയമുണ്ട്. അദ്ദേഹത്തിൻ്റെ ആശങ്കയും സംശയം ഇതാണ്, നമ്മൾ ദൈവത്തോടു കൂടിയാണോ? ദൈവം നമ്മോട് കൂടെ ഉണ്ട്, നമ്മളെല്ലാവരും ദൈവത്തോടൊപ്പം സഞ്ചരിക്കുന്നുണ്ടോ, ജീവിക്കുന്നുണ്ടോ? ഈ ആശങ്കയാണ് എബ്രഹാം ലിങ്കൻ പറഞ്ഞത്. രക്ഷകന്റെ സാന്നിധ്യം വേദനിക്കുന്ന സകലർക്കും സന്തോഷവും ആശ്വാസവും പ്രതീക്ഷയും നൽകുന്നതാണ്. എമ്മാനുവേൽ ഈ ലോകത്തിൽ വന്നത് ജീവിക്കാനല്ല, പൂർണ്ണമായിട്ടും തൻ്റെ പ്രിയജനത്തിന് സമർപ്പിക്കുവാൻ വന്നവനാണ് ഈ ക്രിസ്തുദേവൻ. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, ഒരു സംഭവം പറഞ്ഞു ഞാൻ നിർത്തി കളയാം. കുഞ്ഞുമാഷ്, ഞാൻ ഇവിടെ 2-3 കുടുംബ യൂണിറ്റുകളിൽ ഈ കാര്യം പറഞ്ഞതാ. കുഞ്ഞുണ്ണി മാഷിൻ്റെ 2 വരി കവിത, ഒരു വരിയേ ഉള്ളൂ, 2 വാക്കുകൾ. ഒന്ന് അദ്ദേഹം ഇപ്രകാരം പാടി വെച്ചു. ഒന്ന്, പാതി നൽകണം പാതിയും നൽകണം. 2 വാക്കേ ഉള്ളൂ. പാതി നൽകണം, പാതിയും നൽകണം. ഇതിൻ്റെ അർത്ഥം ഒരു ചെറിയ സംഭവത്തിലൂടെ പറഞ്ഞിട്ട് നിർത്താം. ഖലീൽ ജിബ്രാൻ തൻ്റെ പുസ്തകത്തിൽ തന്നെയെക്കുറിച്ച് ഇപ്രകാരം എഴുതിയിരിക്കുന്നു. ഖലീൽ ജിബ്രാനും ക്രിസ്തുവും കൂടെ ഒരു യാത്ര, ഒരുമിച്ച് യാത്ര ചെയ്യുക. കുറേ ദൂരം മൈലുകളോളം താണ്ടി നടന്ന് ക്രിസ്തു അക്ഷീണനായിട്ട് നടക്കുന്നു, പുള്ളി ക്ഷീണനായിട്ട് കാണപ്പെടുന്നു. അപ്പോൾ നടക്കാൻ പറ്റുന്നില്ല, വല്ലാത്ത വിശപ്പ്, വല്ലാത്ത ദാഹം. അതുപോലെ എവിടെയെങ്കിലും ഒന്ന് ഉറങ്ങണം, ഒന്ന് ഇരിക്കണം. ദാഹവും വിശപ്പും കൊണ്ട് അദ്ദേഹം ഒരു കല്ലിൻ്റെ പുറത്തിരുന്ന് ഈശോ മുമ്പേ നടക്കുന്നു. പുറകോട്ട് തിരിഞ്ഞു നോക്കി, എന്ത് പറ്റി? എനിക്ക് 1 ഇഞ്ച് പോലും നടക്കാൻ പറ്റുന്നില്ല കർത്താവേ, എന്ത് ചെയ്യണം? എനിക്കിപ്പം എന്തെങ്കിലും ഭക്ഷിക്കാം തരണം എന്നൊക്കെ ആവശ്യം. നീ ഇങ്ങോട്ട് പോരൂ, എന്തെങ്കിലും വഴി കാണിച്ചു തരും എന്ന് പറഞ്ഞിട്ട് കർത്താവ് ഖലീൽ ജിബ്രാനെ വിളിക്കുകയാണ്. അരികത്തെത്തിയപ്പോൾ ദൂരെ വെച്ച് തന്നെ ഒരു ആപ്പിൾ മരത്തെ കണ്ടു. ആപ്പിൾ മരത്തിൻ്റെ അടുത്ത് 2 പേരെത്തി. അവിടെ നോക്കിയപ്പോൾ 2 ആപ്പിളെ മുകളിലുള്ളൂ. കർത്താവ് പിടിച്ച് കുലുക്കി, 2 ആപ്പിൾ താഴെ വീട്, 2 കർത്താവ് എടുത്തു. അതിൽ ഒരെണ്ണം ഖലീൽ ജിബ്രാന് കൊടുത്തു, ഒരെണ്ണം കർത്താവ് എടുത്തു. അപ്പോൾ ഖലീൽ ജിബ്രാൻ ഇവിടെ ഇങ്ങനെ ആർത്തിയോട് കഴിക്കുക. ഈ ആപ്പിള് ആർത്തിയോടെ കഴിക്കുന്നത് കർത്താവ് ഇങ്ങനെ നോക്കി സഹതാപത്തോടെ സംതൃപ്തിയോടുകൂടെ ഇങ്ങനെ കണ്ടു നിൽക്കുക. പെട്ടെന്ന് തന്നെ 1 മിനിറ്റ് കൊണ്ട് ആപ്പിള് കടിച്ചങ്ങ് തീർത്ത് വിഴുങ്ങി. അല്പമാശ്വാസം. പിന്നെയും കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി. എന്തിനാണെന്നറിയാമോ? 2ാമത്തെ ആപ്പിൾ കിട്ടാൻ വേണ്ടിയാണ്. കർത്താവ് പതുക്കെ ഈ കൈ ഇങ്ങനെ മറച്ചു പിടിക്കുകയായിരുന്നു.
അപ്പോൾ പതുക്കെ നോക്കി രണ്ടാമത്തെ ആപ്പിൾ കർത്താവ് കഴിച്ചിട്ടില്ല, കൈ വച്ചിരിക്കുന്നു, അവൻ്റെ കയ്യിൽ കൊടുത്ത് കഴിച്ചിട്ടുണ്ട്. കൈ അതും കൂടെ പെട്ടെന്ന് വാങ്ങിച്ചിട്ട് വീണ്ടും ആർത്തിയോടുങ്ങൾ കഴിക്കുന്നത്, അതും പൂർത്തിയാക്കി. പ്രിയപ്പെട്ടവരെ, ഈ കഴിക്കുന്ന സമയത്തൊക്കെ കർത്താവിൻ്റെ മുഖത്ത് വല്ലാത്ത പ്രസാദവും സന്തോഷവും സംതൃപ്തിയും. പാതി കൊടുത്ത് പാതി എൻ്റെതാണ്, പാതിയും കൊടുത്ത് അതും കൊടുത്ത് എന്ന് പറഞ്ഞ ക്രിസ്തുവിൻ്റെ ജീവിതം നമുക്ക് വേണ്ടി പൂർണ്ണമായിട്ട് ഒന്നും ബാക്കി വയ്ക്കാതെ അവസാന തുള്ളിച്ചോര ചിന്തുവോളം നമുക്ക് വേണ്ടി ജീവിച്ച് മരിച്ചു ഉദ്ധാനം ചെയ്ത് ജീവിക്കുന്നവരാണ് ഇന്ന് നാം ജന്മദിനം ആഘോഷിക്കുന്ന മിശിഹായുടെ ചരിത്രം. പ്രിയപ്പെട്ടവരെ, കൂടെ തന്നെ ഉണ്ട് കാരുണ്യം കാട്ടുന്ന ആ ക്രിസ്തു, സ്നേഹം കാട്ടുന്ന ക്രിസ്തു, നമുക്ക് സമൃദ്ധിയുടെ ജീവൻ നൽകിക്കൊണ്ടിരിക്കുന്ന ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ എല്ലാമായിട്ട് നമുക്ക് സ്വീകരിക്കാം. അവൻ്റെ കൂടെ തന്നെ നമുക്ക് ചരിക്കാം, ജീവിക്കാം. ഉണ്ണീശോ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ. എണീറ്റ് നിൽക്കാം. വിശ്വാസ പ്രമാണം നമുക്കെല്ലാവർക്കും ഉറക്കെ ചൊല്ലാം. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗ്ഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യമദൃശ്യമായവയിലെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ചടക്കപ്പെട്ടു. വിശുദ്ധ ലേഖനങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർത്തുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുത്തെ മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്ന് പുത്രനിൽ നിന്ന് പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മനുഷ്യരുടെ ഏർപ്പം വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ നന്മയും മനുഷ്യപ്രകൃതിയും പ്രത്യക്ഷമായ ഇന്ന് നമ്മുടെ സൽപ്രവൃത്തികളല്ല, മറിച്ച് അവിടുത്തെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ദൈവത്തിൻ്റെ ഇടവക കുടുംബത്തിൻ്റെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിക്കാം. തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവപിതാവേ, അങ്ങേ തിരുസുതൻ്റെ പിറവി തിരുനാൾ മഹോത്സവത്തിൻ്റെ സന്തോഷത്തിലായിരിക്കുന്ന തിരുസഭയെ നവ ജെറുസലേമിലേക്ക് നയിക്കുവാൻ അങ്ങ് നിയോഗിച്ചിരിക്കുന്ന ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ രൂപത അധ്യക്ഷൻ സഹായമെത്രാൻ മറ്റെല്ലാ അഭിവന്യമെത്രാന്മാരെയും വൈദികരെയും പ്രത്യേകമായി ഞങ്ങളുടെ ഇടവക വികാരിമാരെയും ഞങ്ങളുടെ ഇടവകയിൽ സേവനം ചെയ്യുന്ന ഹോളി ക്രോസ് സന്യാസിനി സമൂഹത്തെയും അങ്ങേ തിരുസുതൻ്റെ കൃപാവരങ്ങളാൽ നിറയ്ക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിപാലകനായ ദൈവമേ, തിരുപ്പിറവി ആഘോഷിക്കുന്ന ഈ വേളയിൽ ഉണ്ണി ഈശോയുടെ തൃക്കരങ്ങളിലേക്ക് എല്ലാ കുഞ്ഞുമക്കളെയും ഞങ്ങൾ നൽകുന്നു. നിഷ്കളങ്കതയും സ്നേഹവും നൈർമല്യവും കൈമോശം വരാതെ ജീവിക്കാൻ വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
സദയം കേട്ടു നീ അനുഗ്രഹിക്കേണം. അശരണർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ ദൈവമേ, ദാരിദ്ര്യവും ദുരന്തങ്ങളും യുദ്ധവും മൂലം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വേദനിച്ച് കഴിയുന്നവരെയും എല്ലാ അഭയാർത്ഥികളെയും അങ്ങ് തൃക്കൺ പാർക്കണമേ. അവരുടെ വേദനകളിൽ ആശ്വാസവും ആവശ്യങ്ങളിൽ സഹായവും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആദരവോടെ അർപ്പിക്കും പ്രാർത്ഥനകൾ സദയം കേട്ടു നീ അനുഗ്രഹിക്കേണം. കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്ന അങ്ങേ സുതനെ ആട്ടിടയന്മാർക്കൊപ്പം ആരാധിച്ച് വണങ്ങുമ്പോൾ ദൈവത്തിൻ്റെ സമാധാനം നേടുവാനും അവിടുത്തെ സ്തുതിക്കുവാനും വേണ്ട എളിമയും നല്ല മനസ്സും നൽകി ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങയോട് ചേർത്ത് നിർത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആദരവോടെ അർപ്പിക്കും പ്രാർത്ഥനകൾ സദയം കേട്ടു നീ അനുഗ്രഹിക്കേണം. നമുക്ക് കൈകൂപ്പി കണ്ണുകളടച്ച് ഉണ്ണീശോട് പ്രാർത്ഥിക്കാം. പ്രധാനപ്പെട്ട നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ കർത്തൃസന്നിധിയിൽ സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നിർമ്മല ഉദരത്തിൽ ദൈവവും മനുഷ്യനുമായവനെ സംവഹിക്കാൻ അർഹയായ പരിശുദ്ധ കന്യകാമറിയം അങ്ങേ വിശ്വാസികളുടെ പ്രാർത്ഥനകൾ അങ്ങേ മുമ്പാകെ സമർപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളിടമേ. ആമേൻ. സ്നേഹതാതം സ്വീകരിക്കൂ പാവനമാം ഈ ബലിയിൽ നിൻ സുതനോടൊന്നു ചേർന്നു കാഴ്ചയേകും ഈ ബലി. സ്നേഹതാത സ്വീകരിക്കൂ പാവനമാം ഈ ബലിയിൽ നിൻ സുതരോടൊന്നു ചേർന്നു കാഴ്ചയേകും ഈ ബലിയിൽ. സ്നേഹതാത സ്വീകരിക്കൂ. വെള്ളിയില്ല സ്വർണ്ണമില്ല കാഴ്ചയേകാൻ കരങ്ങളിൽ. വെള്ളിയില്ല സ്വർണ്ണമില്ല കാഴ്ചയേകാൻ കരങ്ങളിൽ. നിൻ വരത്താൽ കേഴുമെന്നും ഹൃദയം മാത്രം കാഴ്ചയേകാം. സ്നേഹതാത സ്വീകരിക്കൂ. പാപമെല്ലാം കഴുകി എന്നെ പാവനനാക്കി
ചിന്തി എന്നിൽ ദിവ്യശോഭ നിറയ്ക്കണേ സ്നേഹദാത സ്വീകരിക്കൂ പാവനമാം ഈ ബലി നിൻ സുതനോടൊന്നു ചേർന്നു കാഴ്ചയേകും ഈ ബലി സ്നേഹദാത സ്വീകരിക്കൂ. സഹോദരരെ, നമ്മുടെ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഈ ദിനത്തിൻ്റെ ആഘോഷത്തിൻ്റെ കാണിക്ക അങ്ങേക്ക് പ്രീതകരമായി ഭവിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പരിഭാവനമായ ഈ കൈമാറ്റത്തിലൂടെ അങ്ങയോട് കൂടെ ആയിരിക്കുന്ന ഞങ്ങളുടെ സ്വത്വം അങ്ങേ സാദൃശ്യത്തിൽ കാണപ്പെടാൻ അനുഗ്രഹമല്ലണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. സർവേശ്വരാ നിത്യ ന്യായമുള്ള ദൈവമേ, സർവശക്ത പരിശുദ്ധതാ ക്രിസ്തുനാഥൻ വഴി എന്നും നേരവും ഭക്തിയോടന്നേക്ക് നന്ദി ചൊല്ലാം. യുക്തവും ന്യായവും ആണതു ഞങ്ങൾക്ക് രക്ഷാകരവും ജഗത്പിതാവേ. ദൈവം മുഖാനം മനുഷ്യനായി തീർന്നതിൽ ദിവ്യരഹസ്യം നിമിത്തമിപ്പോ താവക ദിവ്യമാവിൻ പൊന്നൊളി മാനസനേത്രങ്ങൾ കണ്ടുവല്ലോ. ഇങ്ങനെ ദൈവത്തെ ദൃശ്യമാം രൂപത്തിൽ ഇന്നിവർ കണ്ടറിയുന്ന നേരം ആകയാൽ ആമോദ വൈപ്പോടെ നിത്യവും നാഗദൂതന്മാര ഗായകന്മാർ ദിവ്യപ്രതാപവാൻ അങ്ങയെ വാഴ്ത്തുന്ന മംഗളം പാടി വണങ്ങിടുന്നു. ആ ദിവ്യ ഗാനത്തോടൊന്നിച്ചു ഞങ്ങളും ആലപിച്ചിടുന്നു താഴ്മയോടെ.
കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസ്സാൽ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു.
എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. ഞങ്ങളെ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അതിനാൽ കർത്താവേ, ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ രക്ഷയുടെ ഓർമ്മ ആചരിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ മരണവും പാതാളത്തിലേക്കുള്ള അവിടുത്തെ അവരോഹണവും അനുസ്മരിക്കുന്നു. അവിടുത്തെ ഉത്ഥാനവും അങ്ങേ വലത്ത് ഭാഗത്തേക്കുള്ള ആരോഹണവും പ്രഖ്യാപിക്കുകയും അവിടുത്തെ മഹത്വപൂർണ്ണമായ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേക്ക് സ്വീകാര്യവും സമസ്ത ലോകത്തിന് രക്ഷാകരമായ ബലിയായി അവിടുത്തെ ശരീരവും രക്തവും ഞങ്ങൾ അർപ്പിക്കുകയും ചെയ്യുന്നു. കർത്താവെ, അങ്ങേ ദൈവജനത്തിന് വേണ്ടി അങ്ങ് തന്നെ ഒരുക്കിയ പരിശുദ്ധമായ ബലിതർക്കൻ പാർക്കുകയും ഒരേ അപ്പത്തിൽ ഒരേ പാനപാത്രം പങ്കുകാരാകുന്ന സകലരെയും കനിഞ്ഞനുഗ്രഹിക്കുകയും ചെയ്യണമേ. അങ്ങനെ പരിശുദ്ധാത്മാവാൽ ഒരു ശരീരമായി ഒന്നിപ്പിക്കപ്പെട്ടവർ അങ്ങേ മഹത്വത്തിന് സ്തുതിക്കായി ക്രിസ്തുവിൽ ഒരു സജീവ ബലിവസ്തുവായി പരിണമിക്കുമാറാകട്ടെ. കർത്താവെ, ആർക്കെല്ലാം വേണ്ടി ഞങ്ങൾ ഈ ബലി അർപ്പിക്കുന്നുവോ അവരെയെല്ലാം അങ്ങിപ്പോൾ ഓർക്കേണമേ. വിശിഷ്യ അങ്ങദാസന ഞങ്ങളുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ തോമസ് നെറ്റ മെത്രാപ്പോലിത്തയോടും മെത്രാൻ സഹായമെത്രാൻ ക്രിസ്തുദാസനോടും മെത്രാൻ പദവിയിലുള്ള സകലരെയും എല്ലാ വൈദികരെയും സമർപ്പിതരെയും ദൈവജനത്തെയും ഈ ബലി അർപ്പിക്കുന്നവരെയും ഇവിടെ സന്നിഹിതരായിരിക്കുന്നവരെയും അങ്ങേ സമസ്ത ജനത്തെയും ആത്മാർത്ഥ ഹൃദയത്തോടെ അങ്ങേ തേടുന്ന എല്ലാവരെയും ഓർക്കേണമേ. മാത്രമല്ല, ക്രിസ്തുവിൻ്റെ സമാധാനത്തിൽ മരണമടഞ്ഞവരെയും പരേതരായ സകലരെയും അങ്ങ് ഓർക്കേണമേ. കാരുണ്യവാനായ പിതാവേ, അങ്ങേ രാജ്യത്തിൽ അങ്ങേ മക്കളായ ഞങ്ങളെല്ലാവരെയും ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അങ്ങേ അപ്പോസ്തലന്മാരോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥയായ വിശുദ്ധ അന്നയോടും വിശുദ്ധരോടും ചേർന്ന് സ്വർഗീയ അവകാശം കൈവരിക്കാൻ പ്രാപ്തരാകുമാറാകണമേ. അവിടെ പാപത്തിൻ്റെ മരണത്തിൻ്റെ ജീർണതയിൽ നിന്ന് മോചനം നേടി സകല സൃഷ്ടികളോടുമൊത്ത് ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി അങ്ങ് ഞങ്ങൾ മഹത്വപ്പെടുത്തുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്കേറ്റുപാടാം.
സ്വർഗത്തിൽ വാഴും ഞങ്ങളുടെ താതാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാടിടുവായിടേണം. അന്നു വേണ്ടുന്നോരാഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹം നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നും നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേക്കരുണയുടെ സഹായത്തെ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പസ്തലന്മാരുടെ അരുളി ചെയ്ത കർത്താവ് യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസത്തിൽ പാർത്ത് അങ്ങേ തിരുവള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യത നൽകാൻ കഴിയണമേ. എന്നെന്നും ജീവിച്ചു വാഴുന്നങ്ങ് ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ടുള്ളിടമേ. യേശുവിൻ്റെ ജന്മദിനം സകലർക്കും ശാന്തിയും സമാധാനം നൽകുന്ന അരികത്ത് നിൽക്കുന്നവർ നമുക്ക് സ്വർഗമാണ്. സമാധാനം ലഭിക്കേണ്ടവരും നൽകേണ്ടവരുമാണ്. അരികത്തുള്ളവരോട് നല്ല പുഞ്ചിരിക്കുന്ന ഭാവത്തോടെ യേശു അപ്പസ്തലന്മാർക്ക് സമാധാനം ആശംസിച്ച ആ ആശംസ ഇപ്പോൾ നമുക്ക് പരസ്പരം സ്നേഹത്തോടും താല്പര്യത്തോടും നമുക്ക് കൈമാറാം. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കും ശാന്തി നൽകണേ, ശാന്തി നൽകണേ, ശാന്തി നൽകണേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങ് എന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി,
എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. സംരക്ഷിക്കുന്നതാണ്. വചനം മാംസമായി തീർന്ന ദിനം, ദൈവത്തിൻ സുതൻ പിറന്ന ദിനം. വചനം മാംസമായി പിറന്ന ദിനം, ദൈവത്തിൻ സുതൻ പിറന്ന ദിനം. Yeah.
സ്നേഹത്തിൻ ദൂതുമായി പിറന്നവനെ സാദരം സ്വാഗതമോദിടുവിൻ. സ്നേഹത്തിൻ ദൂതുമായി പിറന്നവനെ സാദരം സ്വാഗതമോദിടുവിൻ. മർത്യനു നിത്യജീവനേകാൻ മോചനദ്രവ്യമായി വന്ന ദിനം. മർത്യനു നിത്യജീവനേകാൻ മോചനദ്രവ്യമായി വന്ന ദിനം. മോചനദ്രവ്യമായി വന്ന ദിനം. വാനവർ സ്തുതിഗീതം പാടിയ രാത്രി, ഇടയന്മാർ പുൽക്കൂട്ടിലെത്തിയ രാത്രി, ജ്ഞാനികൾ കാഴ്ചകൾ സമർപ്പിച്ച രാത്രി, ദേവസുതൻ പിറന്ന രാത്രി, രാത്രി രാത്രി ക്രിസ്മസ് രാത്രി, രാത്രി രാത്രി ക്രിസ്മസ് രാത്രി, രാത്രി രാത്രി ക്രിസ്മസ് രാത്രി. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി KCYMൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട ഗൗദത്തെ 2023 കരൾ സിംഗിങ് കോമ്പറ്റീഷൻ്റെ സമ്മാനദാനമാണ്. വിജയികൾക്കായുള്ള ട്രോഫികൾ നൽകുന്ന സമയമാണ്. വിജയികളായിട്ടുള്ള കുടുംബ യൂണിറ്റുകൾ വന്ന് അൾത്താരയിൽ നിന്ന് സമ്മാനങ്ങൾ കരസ്ഥമാക്കുക. സമ്മാനം നൽകുവാനായി വികാരിയച്ഛനെ പ്രത്യേകം ക്ഷണിക്കുന്നു. മൂന്നാം സമ്മാനം ലഭിച്ചത് സെൻറ്റ് ജോൺസ് യൂണിറ്റ് ഭാരവാഹികൾ വന്ന് മൂന്നാം സ്ഥാനത്തുള്ള ട്രോഫി കരസ്ഥമാക്കേണ്ടതാണ്. രണ്ടാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് ഡോൺ ബോസ്കോ യൂണിറ്റ്.
ഡോൺ ബോസ്കോ യൂണിറ്റ് ഭാരവാഹികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വന്ന് ഈ ട്രോഫി കളക്ട് ചെയ്യേണ്ടതാണ്. ഡോൺ ബോസ്കോ യൂണിറ്റിലെ ഡോൺ ബോസ്കോ യൂണിറ്റിലെ ആരെങ്കിലും വന്ന് ഈ ട്രോഫി കരസ്ഥമാക്കേണ്ടതാണ്. എല്ലാവരും കൈയടിക്കേണ്ടതാണ്. ഒന്നാം സ്ഥാനം എവറോളിംഗ് ട്രോഫിയാണ്. നമ്മൾ ഓരോ വർഷവും ഇത് നമ്മൾ റിന്യൂ ചെയ്തു പോകും. നമ്മുടെ വികാരി അച്ഛൻ്റെ സഹോദരൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ട്രോഫി നൽകുന്നത്. ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്ന സെൻറ്റ് ജോസഫ് കുടുംബത്തിനെ ഏറെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സെൻറ്റ് ജോസഫ് യൂണിറ്റ് എല്ലാവരും എത്തിയിട്ടുണ്ട്. അവർക്ക് പ്രത്യേകമായിട്ടുള്ള കൺഗ്രാജുലേഷൻസ്. നമ്മുടെ ദൗത്യത്തെ ആദ്യത്തെ എഡിഷൻ്റെ ആദ്യത്തെ വിജയികളാണ്. എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും ആശംസകളും. താങ്ക് യു. നന്ദിയുടെ ഒരു വാക്ക് പറഞ്ഞുകൊള്ളട്ടെ. നമ്മുടെ പേട്ട ഫൊറോന ദേവാലയത്തിലെ 2023 ക്രിസ്മസ് ആഘോഷം ഇന്ന് ഈ പാതിരക്രമയോടുകൂടെ നമ്മൾ ആരംഭിച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ ദിനം ആത്മീയമായി ആഘോഷിക്കുവാൻ നമ്മൾ ആദ്യം കുടുംബ നവീകരണം നടത്തി. അതുപോലെ അതിനുശേഷം പിന്നെ കുമ്പസാരം, പിന്നെ നമ്മൾ ഒരുങ്ങി. ഇന്ന് ദൈവജനം മുഴുവൻ ഇവിടെ വന്ന് ഈ വിശുദ്ധമായ ഈ രാത്രിയിൽ ക്രിസ്തു പാതര പിറന്നതുപോലെ നമ്മൾ ഉറക്കമളച്ചിരുന്ന് നമ്മൾ ഈ പുണ്യദിനം ഇന്ന് അനുസ്മരിക്കുന്നു. ഇത് നന്നായിട്ട് ഫലപ്രദമായ രീതിയിൽ ആഘോഷിക്കുവാൻ നമ്മുടെ ഇടവക കൗൺസിൽ അംഗങ്ങളും സാമ്പത്തിക സമിതി അംഗങ്ങളും വളരെയേറെ അവർ ശ്രദ്ധിക്കുകയും ഒരുക്കങ്ങൾ നടത്തുകയും ഈ കാണുന്ന മനോഹരമായിട്ടുള്ള അവർ വളരെ കർത്താൻ്റെ പിന്നിൽ കിടന്ന് ത്യാഗബുദ്ധിയോടുകൂടെ നിർവഹിച്ചതുകൊണ്ടാണ് നമുക്ക് വേണ്ടി അവർ ഒരുപാട് പ്രയത്നിക്കുന്നുണ്ട്. ഈ സഹോദരങ്ങളെ, നിങ്ങളെ ഓരോ വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവർ തന്നെയാണ് ഈ സഹോദരങ്ങൾ. വളരെയേറെ ജോലികൾ, ശുശ്രൂഷകൾ നിസ്വാർത്ഥമായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ ആരാധനാക്രമങ്ങൾക്ക് സജ്ജീകരണം ഒരുക്കിയതും കൗൺസിൽ അംഗങ്ങളും സാമ്പത്തിക സമിതി അംഗങ്ങൾ തന്നെയാണ്. വളരെ സ്വീറ്റായിരുന്നു, മനോഹരമായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രീതിയിൽ ഇവർ നമുക്ക് വേണ്ടി സജ്ജീകരിച്ചതിന് നമ്മുടെ എല്ലാവരുടെ നാമത്തിൽ കൗൺസിൽ അംഗങ്ങൾക്കും ഒപ്പം സാമ്പത്തിക സമിതി അംഗങ്ങൾക്കും ഹൃദ്യമായ സ്നേഹത്തോടെയുള്ള നന്ദി അറിയിക്കുകയാണ്. കൈയടിച്ചു കൊടുക്കണം. താങ്ക് യു. പിന്നെ ഈ കാണുന്ന അലങ്കാരങ്ങൾ പുറത്തും അകത്തും നമ്മുടെ ചുണക്കുട്ടികൾ KCMലെ നമ്മുടെ സഹോദരങ്ങളാണ്. അത് ഒരുപാട് ദിവസം ഈ മക്കൾ വളരെ ശ്രദ്ധയോടും എന്തുമാത്രം മനോഹരമാക്കാമോ ഈ പുണ്യദിനം. അകത്തും പുറത്തും ഇരിക്കുന്നവർക്ക് വളരെ ആകർഷണീയമായ രീതിയിൽ ഈശോയുടെ ജന്മദിനം ആഘോഷിക്കുവാൻ ഇത്രയധികം മനോഹരമോട് പിടിപ്പിച്ച നമ്മുടെ KCMലെ യുവജന ശുശ്രൂഷയിലെ എല്ലാ യുവജനങ്ങളെയും ഓർക്കുന്നു. ആ മക്കൾക്ക് നമുക്ക് നന്ദി അറിയിക്കാം. ഉണ്ണീശോ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അവർക്ക് ഹൃദ്യമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഗായകർ കുറേ ദിവസമായിട്ട് അവർ നിലയും മെലിഞ്ഞാന്നമായിട്ട് ഇതിനുവേണ്ടി ഒരുങ്ങുകയായിരുന്നു. എല്ലാ ക്രിസ്മസും ഞാനൊരു പാട്ട് എഴുതാറുണ്ട്. ഇന്നും പാടിയത് ഞാൻ എഴുതിയ പാട്ട് ഞാൻ തന്നെ ഈണം കൊടുത്തു. നന്നായിട്ട് പാടി. എല്ലാവരും നമ്മുടെ ഇടവക ഗായിക സംഘത്തിലെ മക്കൾക്കും ഇന്ന് നമ്മളെ സഹായിക്കാൻ വന്ന നമ്മുടെ തബലിസ്റ്റ് ജ്യോതിഷിനും പ്രത്യേകമാവിധം
നന്ദിയും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. പിന്നെ നിങ്ങളെല്ലാവരും ഉറക്കം വിളിച്ചിരുന്നു. ഞാൻ നോക്കിയപ്പോൾ ആരും കണ്ണടച്ചിട്ടില്ല. ഇടയ്ക്ക് അല്പം മൈക്കിൻ്റെ ഒരു ചെറിയ ഒരു ലാഗിങ് നോക്കുണ്ടായി. സാരമില്ല, നല്ലതിന് വേണ്ടിയാണ്. എനിക്ക് തോന്നി ഞാൻ ഈ പ്രസംഗം കഴിഞ്ഞിട്ട് അല്പം കിതക്കുകയായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി കിതപ്പെല്ലാം തീർന്നാലേ നല്ല ബലി അർപ്പിക്കാനാകൂ. അപ്പോൾ അതുകൊണ്ടായിരിക്കും കർത്താവ് കുറേ സമയത്ത് ഇങ്ങനെ നിൻ്റെ കിതപ്പ് തീരട്ടെ, ആളുകളുടെ ഉറക്കമെല്ലാം മാറട്ടെ, ഇതുകൊണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്ത് ഈ പാതിര കുർബാനയിൽ ഇടവകയിലെ ദൈവജനത്തിനും ഈ ബലിയിൽ പങ്കെടുക്കാൻ വന്ന മറ്റ് സഹോദരങ്ങൾക്കും നന്ദി അറിയിക്കുന്നു. ഉണ്ണീശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിന്നെ ആർക്കും നന്ദിയുണ്ട്. നമ്മുടെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കണക്കൻ, മണിയടിക്കുന്ന നമ്മുടെ ക്രിസ്റ്റി, ജ്ഞാനം, അതുപോലെ ഓൾട്ടർ ബോയ്സ് കുറേ കഠിനാത്തഞ്ചത്, അവരെ നന്ദിയോടെ ഓർക്കുന്നു. ഇതിൻ്റെ മുകളിൽ കാണുന്ന ഈ അൾത്താര നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സാണ് അലങ്കരിച്ചത്. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ നന്ദിയോടെ ഓർക്കാം. മുകളിൽ കാണുന്നത് നമ്മുടെ 3-4 പ്രായമുള്ള സീനിയർ സിറ്റിസൻസ്, അറിയാമില്ല 4 പേരെയും. ഒന്ന് ബെർണാഡ് അങ്കിള്, ഒന്ന് ലൂബോയ് അങ്കിള്, ഒന്ന് ക്ലീറ്റസ് അങ്കിള്, പിന്നെ ഒരിക്കലും നമ്മൾ എപ്പോഴും അവിടെ കൂടെ ഉണ്ട് നമ്മുടെ കുഞ്ഞുമോൻ. ഈ 4 പേരാണ് ഇതിൻ്റെ പിന്നിൽ കിടന്ന് കുറേ ദിവസങ്ങൾ ഈ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചത്. ഏറ്റവും അവർക്ക് നന്ദി അറിയിക്കുന്നു. ഏറ്റവും ആദ്യം നന്ദി അറിയിക്കേണ്ടത്, ഞാൻ ബോധപൂർവ്വം അവസാനം വച്ചിരിക്കുക, ഈ പുൽക്കൂട് വളരെ മനോഹരമായിട്ട് നമ്മുടെ ഇടവകയിൽ തന്നെ ആർട്ടിസ്റ്റ് അലോഷ്യസ് ഈ കഴിഞ്ഞ 2-3 വർഷങ്ങളായി അദ്ദേഹമാണ് ഇതിനെ മനോഹരമാക്കുന്നത്. ഇന്നത്തെ തീമുമായിട്ട് വളരെയേറെ ബന്ധപ്പെടുത്തിക്കൊണ്ട് വളരെ മനോഹരമായിട്ട് പുൽക്കൂടുണ്ട്. നമ്മുടെ ഇടവകയുടെ മുൻവശത്തുള്ള ആർച്ചുണ്ട്, കണ്ടോ നമ്മുടെ ആർച്ച? അത് പിറകുവശത്ത് നമുക്കായി രക്ഷകൻ പിറന്നിരിക്കുന്നു. ഇത് അർത്ഥവത്തായിട്ടുള്ള രീതിയിൽ നമുക്ക് വേണ്ടി വളരെ ത്യാഗബുദ്ധിയോടുകൂടെ ഒരു റെമുനറേഷനും കൂടാതെയാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. ആ നല്ല മനസ്സിന് അലോഷ്യസ് ചേട്ടനെയും കുടുംബത്തെയും നന്ദി അർപ്പിക്കുന്നതോടൊപ്പം ഉണ്ണീശോ അനുഗ്രഹിക്കട്ടെ. ദിവ്യബലി കഴിഞ്ഞാലുടനെ ഗോൾഡ് ഫണ്ട് നറുക്കെടുപ്പുണ്ടാകും. അതിൻ്റെ ഇടയിൽ തന്നെ എല്ലാവർക്കും ക്രിസ്മസ് കേക്ക് ഒരുക്കിയിട്ടുണ്ട്. കൗൺസിൽ അംഗങ്ങൾ എല്ലാവരും അത് വാങ്ങിച്ച് ഭക്ഷിച്ചിട്ട് പരസ്പരം ഗ്രീറ്റ് ചെയ്തിട്ട് പോവുക. എല്ലാവരും ഹാപ്പി ക്രിസ്മസ് എന്ന് വളരെ പുഞ്ചിരിച്ച് സൗഹാർദ്ദവും സ്നേഹവും സന്തോഷവും പങ്കിട്ടുകൊണ്ട് നിങ്ങൾ പോകണമെന്നാണ് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ ഇന്ന് ലൈവ് നമുക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഇതിൻ്റെ മീഡിയയിൽ പ്രവർത്തിക്കുന്ന സഹോദരങ്ങളെയും നന്ദിയോടെ ഓർക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെ അനുഗ്രഹങ്ങൾ ആശംസിക്കുന്നു. ഉണ്ണീശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സമാപന പ്രാർത്ഥനയ്ക്ക് എണീറ്റ് നിൽക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളുടെ രക്ഷകൻ്റെ ജനനം ആഘോഷിക്കുന്നതിൽ സന്തോഷിക്കുന്ന ഞങ്ങൾ ഉചിതമായ ജീവിത ശൈലി വഴി അവിടുന്നുമായി ഐക്യത്തിലെത്തിച്ചേരാൻ അർഹരാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ദിവ്യബലി കഴിഞ്ഞാലുടനെ ഉണ്ണീശോയെ നമ്മൾ കൈകളെന്തി നമ്മൾ യേശുവിനെ സ്വാഗതം ചെയ്യുന്ന ഒരു പ്രദക്ഷിണം ഉണ്ടാകും. നമ്മൾ ഈ വലത് സൈഡ് പോയി നമ്മുടെ ആർച്ചിൻ്റെ അടുത്തുനിന്ന് കറങ്ങി പള്ളിയുടെ മധ്യഭാഗത്തോടെ നമ്മൾ ഉണ്ണിയേശുവിനൂടെ പ്രതിഷ്ഠിക്കും. എല്ലാവരും ഒന്ന് പങ്കെടുക്കണം. ഉണ്ണിയേശുവിൻ നാം സ്വീകരിക്കുന്ന സ്വാഗതം ചെയ്യുന്ന ഒരു ചടങ്ങാണിത്. എല്ലാവരുടെയും സാന്നിധ്യം പ്രതീക്ഷിക്കുന്നു, ഉണ്ടാകണം എന്നുള്ളതിൽ സമാപന ആശീർവാദം തരികയാണ്. കർത്താവ് നിങ്ങളോട് കൂടെ, സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു
സുവിശേഷ ഗീതം മുഴങ്ങി വാനിൽ മാലാഖവൃന്ദങ്ങൾ പാടി
പ്രിയപ്പെട്ട ഇടവകജനങ്ങളെ, നമ്മൾ വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന വിഷൻ ഗോൾഡ് ഫണ്ടിന്റെ നറുക്കെടുപ്പ് ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. നറുക്കെടുക്കുന്നതിനായി ഇടവക വികാരി ഡേവിഡ് സച്ചിനെ ഏറ്റവും പുണ്യമായി കൊടിമരത്തിനടുത്തോട്ട് സ്വാഗതം ചെയ്യുന്നു. എല്ലാ ഇടവക അംഗങ്ങളും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കുക. നിങ്ങളിൽ ആരെങ്കിലും ഒരാളായിരിക്കും ഭാഗ്യവാനോ ഭാഗ്യവതിയോ. ആകർഷകമായ 10 സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ പള്ളിയിലുള്ള എല്ലാവരും ഈ നറുക്കെടുപ്പിൽ പങ്കുചേരണമെന്നും ഈ നറുക്കെടുപ്പ് വിജയിക്കണമെന്നും പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. അഞ്ചാം സമ്മാനം 5 ലിറ്റർ പ്രഷർ കുക്കർ, 6ാം സമ്മാനം 3 ലിറ്റർ പ്രഷർ കുക്കർ, 7ാം സമ്മാനം കിച്ചൺ വെയർ, 8ാം സമ്മാനം സീലിംഗ് ഫാൻ, 9ാം സമ്മാനം അയൺ ബോക്സ്, 10ാം സമ്മാനം കുക്കിംഗ് തവ. ഈ മനോഹരമായ സമ്മാനങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരെയും കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. സമ്മാനം ഭാഗ്യവാനെ ഭാഗ്യവതിയെ തിരഞ്ഞെടുക്കുകയാണ്. 10ാമത്തെ സമ്മാനം തവ നമ്പർ 1, സീരിയൽ നമ്പർ 727, അഖില എസ്, BCC യൂണിറ്റ് നമ്പർ 15, 727 727, അഖില എസ്, BCC യൂണിറ്റ് നമ്പർ 15. വിജയി ഉണ്ടെങ്കിൽ ഉടൻ തന്നെ എത്തുക. 9ാം സമ്മാനം 1037, റോയ്, BCC യൂണിറ്റ് 21, റോയ്, BCC യൂണിറ്റ് 21. ഭാഗ്യവതി എത്തിക്കഴിഞ്ഞു. 9ാം സമ്മാനം അല്ലേ? 10ാം സമ്മാനത്തിന്റെ ആളെത്തിയിട്ടുണ്ട്. 10ാം സമ്മാനം 10ാം സമ്മാനത്തിന് അത്രയായ അഖില എസ് എത്തിയിട്ടുണ്ട്. BCC യൂണിറ്റ് നമ്പർ 15, 10ാം സമ്മാനം തവ. ഒമ്പതാമത്തെ സമ്മാനത്തിന് അർഹയായവരുണ്ടോ? 1037, റോയ്, യൂണിറ്റ് BCC യൂണിറ്റ് നമ്പർ 21. 9ാമത്തെ സമ്മാനം 1037, റോയ്, BCC യൂണിറ്റ് 21. ഇല്ല. 8ാം സമ്മാനം സീലിംഗ് ഫാൻ നമ്പർ 243, ആധാർ, BCC യൂണിറ്റ് നമ്പർ 5, BCC യൂണിറ്റ് നമ്പർ 5. ആധാറാണ് എഴുതിയിട്ടുള്ളത്. കൗണ്ടർ ഫോൺ നമ്പർ 243 ഉണ്ടോ? 10ാം സമ്മാനം കൊടുക്കുകയാണ്. നമ്മുടെ കയ്യിൽ കൊടുക്കാം. 10ാം സമ്മാനം തവ കൊടുക്കുകയാണ്. നല്ലൊരു കയ്യിൽ കൊടുക്കാം. 8ാം സമ്മാനം 243, ആധാർ ഇല്ല. 7ാം സമ്മാനം കിച്ചൺ വെയർ. സമ്മാനത്തിന് അർഹയായത് നമ്പർ 215, ചിന്നു KJ, BCC യൂണിറ്റ് നമ്പർ 5. 215, ചിന്നു KJ, BCC യൂണിറ്റ് നമ്പർ 5. ഉണ്ടോ? ചിന്നു KJ ആദുണ്ടോ? ആദയുടെ സമ്മാനം കൊടുക്കുന്നു. BCC യൂണിറ്റ് നമ്പർ ചിന്നു, BCC യൂണിറ്റ് നമ്പർ 5. 7ാം സമ്മാനമാണ് കിച്ചൺ വെയർ. 7ാം സമ്മാനം ആദയുടെ. 8ാം സമ്മാനം സീലിംഗ് ഫാൻ. വാങ്ങിക്കോ
3 ലിറ്റർ പ്രഷർ കുക്കർ. ആറാം സമ്മാനം നമ്പർ 203 ഡോക്ടർ ഫിലോ സേവ്യർ, BCC യൂണിറ്റ് നമ്പർ 5. BCC യൂണിറ്റ് നമ്പർ 5 എല്ലാ സമ്മാനവും കൊണ്ടുപോവുകയാണ്. ഡോക്ടർ ഫിലോ സേവ്യർ, BCC യൂണിറ്റ് നമ്പർ 5. ഡോക്ടർ ഫിലോ സേവ്യർ ഉണ്ടോ? നമ്പർ 203. അപ്പൊ നമ്മുടെ സ്പോൺസർ ആണ് ഗോൾഡ് ഫണ്ടില്. ഗോൾഡ് സ്പോൺസർ ചെയ്ത ഡോക്ടറാണ്. ഡോക്ടർക്ക് സമ്മാനം കിട്ടിയിരിക്കുന്നു. ആറാം സമ്മാനം 3 ലിറ്റർ പ്രഷർ കുക്കറാണ്. ഡോക്ടറിനോട് എനിക്ക് ഇപ്പം സമ്മാനം എടുത്തുണ്ട്. ഒരു മിനിറ്റ്. അപ്പൊ ആറാം സമ്മാനത്തിൽ അർഹയായ കിട്ടിയത് ആറാം സമ്മാനം 3 ലിറ്ററിന്റെ പ്രഷർ കുക്കർ. ആറാം സമ്മാനം അഞ്ചാം സമ്മാനം 5 ലിറ്റർ പ്രഷർ കുക്കർ. അഞ്ചാം സമ്മാനം 5 ലിറ്റർ പ്രഷർ കുക്കർ. ലത്തീഷ്യ പെരേര 066 മൂന്നുമുക്ക് യൂണിറ്റിൽ നിന്നാണ്. സെന്റ് മേരീസ് യൂണിറ്റ് നമ്പർ 066. 5 ലിറ്റർ പ്രഷർ കുക്കർ അർഹയായത് ലത്തീഷ്യ പെരേര. ടീച്ചർ വന്നിട്ടുണ്ടോ? ടീച്ചർ വന്നിട്ടില്ല. നാലാം സമ്മാനം ഗ്യാസ് സ്റ്റൗ. നാലാം സമ്മാനം നമ്മൾ നോക്കുകയാണ്. നാലാം സമ്മാനം ഗ്യാസ് സ്റ്റൗ. സീലിംഗ് ഫാൻ അർഹയായത് നാലാം സമ്മാനം ഗ്യാസ് സ്റ്റൗ ഹെലൻ ജേക്കബ്, സെന്റ് ജോൺസ് യൂണിറ്റ്. കൂപ്പൺ നമ്പർ 804. കൂപ്പൺ നമ്പർ 804 ഹെലൻ ജേക്കബ്, സെന്റ് ജോൺസ് കുടുംബ യൂണിറ്റ് ഉണ്ടോ? 804 ഗ്യാസ് സ്റ്റൗ. 804 ഹെലൻ ജേക്കബ്, സെന്റ് ജോൺസ് യൂണിറ്റ്. സെന്റ് ജോൺസ് ഓസ്ട്രേലിയ 04. മൂന്നാം സമ്മാനത്തിന് അർഹയായിരിക്കുന്നത് മിക്സർ ഗ്രൈൻഡർ. സ്നേഹ അലോഷ്യസ്, ഹോളി ക്രോസ് യൂണിറ്റ്. കൂപ്പൺ നമ്പർ 1270 സ്നേഹ അലോഷ്യസ്, ഹോളി ക്രോസ് യൂണിറ്റ്. ഉണ്ടോ? സ്നേഹ അലോഷ്യസ് ഹോളി ക്രോസ് യൂണിറ്റ് 1270 നമ്പർ 1270. രണ്ടാം സമ്മാനം 1 ഗ്രാം ഗോൾഡ്. രണ്ടാം സമ്മാനം 1 ഗ്രാം ഗോൾഡ്. കൂപ്പൺ നമ്പർ 361 ആൻഡ് മേരി ബി, സെന്റ് തോമസ് യൂണിറ്റ്. ആൻഡ് മേരി ബി നമ്പർ 361 ആൻഡ് മേരി ബി, സെന്റ് തോമസ് യൂണിറ്റ് ഉണ്ടോ? അങ്ങനെ നമ്മുടെ മെഗാ സമ്മാനം 3 ഗ്രാം ഗോൾഡ് കോയിൻ. 3 ഗ്രാം ഗോൾഡ് കോയിനിന്റെ നറുക്കെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഭാഗ്യവാനെ കണ്ടുപിടിക്കാം. വികാരി വെച്ചിട്ടാണ് എടുക്കുന്നത്. വികാരി വെച്ചിട്ടെടുക്കാൻ പോവുകയാണ്. 3 ഗ്രാം ഗോൾഡ് കോയിൻ. എല്ലാരും ടെൻഷൻ അടിക്കരുത് കേട്ടോ. ആ ഭാഗ്യവതി റീത്ത ലോപ്പസ്, സെന്റ് മൈക്കിൾസ് യൂണിറ്റ് 991. കൂപ്പൺ നമ്പർ 991 റീത്ത ലോപ്പസ്, സെന്റ് മൈക്കിൾസ് യൂണിറ്റ്. കൂപ്പൺ ഇല്ലാത്തവരെ കൂപ്പൺ
കൗണ്ടർ ഫോയിൽ കൊണ്ടുവന്ന് കൗൺസിൽ ഓഫീസിൽ നിന്ന് സമ്മാനങ്ങൾ ഏറ്റുവാങ്ങുക. ഏറ്റവും കൃത്യമായ നന്ദി വികാരിയച്ഛന്. ഈ നറുക്കെടുപ്പ് വിജയിപ്പിക്കുന്നതിന് ആദ്യം മുതൽ അവസാനം വരെ ഈ കൂപ്പന്റെ പരിപാടി തുടങ്ങിയത് മുതൽ ഇന്നും ഇപ്പോൾ വരെ നമ്മളോടൊപ്പമായിരിക്കുന്ന വികാരിയച്ഛന് എല്ലാവരുടെയും പേരിൽ കൃത്യമായ നന്ദി വലിയ കൊടുക്കുക. ഒരു പേഴ്സ് കളഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഉടമസ്ഥര് അച്ഛൻ്റെ അടുത്ത് ഇവിടെ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. മെറൂൺ കളർ പ്രൈസാണ് ഉള്ളവര് വരിക. സ്നേഹമുള്ളവരെ, ഗോൾഡ് ഫണ്ട് നറുക്കെടുപ്പ് കുറച്ച് ഭാഗ്യങ്ങളൊക്കെ ലഭിച്ച് എന്ന് പറഞ്ഞ് കിട്ടാത്ത ഭാഗ്യമില്ലാത്തവരില്ല. ഞാൻ വിശ്വസിക്കുന്ന എല്ലാവരും ഭാഗ്യവന്മാരാണ്. നമ്മൾ മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ കൊടുത്തതാണിത് നല്ല മനസ്സോടുകൂടെ. അത് ഭാഗ്യം ചെയ്തവരെ നൽകത്തുള്ളൂ. അതുകൊണ്ട് എല്ലാ ഭാഗ്യം ചെയ്തവരെയും നന്ദിയോട് ഓർക്കുന്നു. ഇതിൽ സഹകരിച്ച നമ്മുടെ കൗൺസിലറുകൾ, നമ്മുടെ കോർഡിനേറ്ററിന്റെ നേതൃത്വത്തിലാണ് ഇത് നടന്നത്. കൗൺസിലറുകളെയും കോർഡിനേറ്ററെയും മറ്റെല്ലാ സഹോദരങ്ങളെയും നന്ദിയോടെ ഓർക്കുന്നു. നമ്മുടെ സാമ്പത്തിക സമിതിയിലെ കേഷ്യർ, നമ്മുടെ പടി സെക്രട്ടറി, ഇവരെല്ലാം നന്ദി പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. താങ്ക് യു. ഗോൾഡ് കിട്ടിയ ആന്റിയിൽ എത്തിയിട്ടുണ്ട്. ഒരു വലിയ കയ്യിൽ അല്പം തന്നെ കൊടുക്കുന്നതാണ്. വിജയി എന്ന് കാണട്ടെ എല്ലാവരും. എന്നോട് അച്ഛൻ്റെ അടുത്തോട്ട് വരിക. വിൽത്ത ലോപ്പസ് 3 ഗ്രാം ഗോൾഡ്. അപ്പൊ വാണിക്ക് എല്ലാവരുടെയും പേരിൽ ഏറ്റവും കൃത്യമായ നന്ദി. ഈ കൂപ്പണിലും എടുത്തതിന് ഒരു വലിയ സമ്മാനം ഉണ്ണീശോ ഈ ക്രിസ്മസ് ദിനത്തിൽ നൽകിയിരിക്കുകയാണ്. അപ്പോ എന്തെങ്കിലും പറയാനുണ്ടോ? സന്തോഷമായി സന്തോഷമാണോ? 3 ഗ്രാം ഗോൾഡ് കിട്ടിയതുകൊണ്ട് വളരെ സന്തോഷത്തിലാണ്. അപ്പൊ അതിന്റെ ഒരു വിഹിതം വികാരിയച്ഛൻ ചോദിച്ചിരിക്കുകയാണ്. ഒരു 1/4 കിലോയാണ് പ്രവേശിക്കുന്നത്. 3 ഗ്രാമാണ് കിട്ടിയത്. 1/4 കിലോയാണ് വലിയച്ഛൻ ചോദിച്ചിരിക്കുന്നത്. ഒന്നും കിട്ടിയില്ലേ? എടുത്താ ടിക്കറ്റ് എടുത്താ? ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. കേക്ക് കഴിച്ചാ? ഫസ്റ്റ് പ്രൈസ് 3 ഗ്രാം ഗോൾഡ് റീറ്റെയിലേക്ക് നൽകുന്നു. ഗോൾഡ് കോയിൻ നല്ല ഒന്നാം സ്ഥാനം ആന്റി കൈ വാങ്ങിക്കുകയാണ്. കൺഗ്രാജുലേഷൻസ്. 991. Thank you so much. Thank you. Thank you all so much. ആരുടെയും കയ്യിൽ കൂപ്പൺ ഉണ്ടെങ്കിൽ കൗൺസിൽ ഓഫീസിലെത്തുക. ഇപ്പൊ തന്നെ സമ്മാനങ്ങൾ കരസ്ഥമാക്കുക. ഇല്ലെങ്കിൽ നാളെ വന്ന് സമ്മാനങ്ങൾ കരസ്ഥമാക്കണമെന്ന് ട്രഷറർ അറിയിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. പെട്ടെന്ന് തീർന്നല്ലോ.